നമ്മളെ കൂടെ ജീവിക്കുന്ന മനുഷ്യർ, അവർ കൂടെ ഉണ്ടോയെന്നുള്ളതല്ല, അവർ ചിലപ്പോൾ പുറത്തായിരിക്കും, അല്ലെങ്കിൽ നമ്മളെ കൂടെ തന്നെ ഉണ്ടാവണമെന്നൊന്നുമില്ല, ആരാവട്ടെ. നമ്മുടെ കൂടെ ജീവിക്കുന്ന മനുഷ്യർക്ക് ഒരാളുടെ കൂടെ ജീവിക്കുമ്പോൾ നമ്മൾക്കും നമ്മുടെ കൂടെ ജീവിക്കുമ്പോൾ അവർക്കും കിട്ടേണ്ടത് ശരിക്കും എന്താണ്? സമാധാനം. സമാധാനമായി കിടന്നുറങ്ങാൻ കഴിയണം, സമാധാനമായി ജീവിക്കാൻ കഴിയണം, പേടി കൂടാതെ ജീവിക്കാൻ കഴിയണം. പ്രവാസികളായ ഏതൊരാളോട് നിങ്ങൾ സംസാരിച്ചു നോക്കൂ, അവരേറ്റവും കൂടുതൽ പറയുന്ന വാക്ക് ഈ പേടി എന്നുള്ള അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കും. കാരണം അവർക്ക് ഭാവിയെക്കുറിച്ച്, നാളുകളെക്കുറിച്ച്, മക്കളെക്കുറിച്ച്, വരാനിരിക്കുന്നതിനെക്കുറിച്ചാണ് അവർ പേടിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാനിവിടുന്ന് വല്ലതും പറ്റിപ്പോയാൽ, അതെങ്ങനെ സംഭവിച്ചു പോയാൽ, അങ്ങനെ സംഭവിച്ചു പോയാൽ, ഭയം. ആ ഭയം മൂർച്ഛിക്കാൻ നമ്മളൊരു കാരണമാവാൻ പാടില്ല. ആ ഭയം തണുപ്പിക്കാനാണ് കാരണമാവേണ്ടത്, അല്ലേ? ഈ ഭയത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്നറിയോ? പേടി ഉണ്ടായാലും മനുഷ്യന് പിന്നെ എന്തുണ്ടായിട്ടും കാര്യമില്ല. അക്ബർ ചക്രവർത്തിയുടെ ഒരു സ്റ്റോറി ഉണ്ട്. അക്ബർ ചക്രവർത്തിയുടെ അടുത്ത് വേറൊരു രാജ്യത്തുള്ള ഒരാളെ കൊണ്ടുവന്ന് നിർത്തുന്നു. ഓക്കെ, അയൽ രാജ്യത്തുള്ള ഒരാളായിട്ട് വന്നു. എന്നിട്ട് അക്ബർ ചക്രവർത്തിയോട് പറയാണ്, ഇയാളെ ഇവിടെ നിർത്തണം, നിങ്ങൾ ഇയാൾക്ക് മാംസാഹാരം മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ, മാംസാഹാരം മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. പക്ഷേ 1 മാസം കഴിഞ്ഞ് ഞാൻ തിരിച്ചു വരുമ്പോഴും ഇപ്പോഴുള്ള അതേ തൂക്കം ഉണ്ടാവണം, വെയിറ്റ് കൂടാൻ പാടില്ല. പക്ഷെ അയാൾക്ക് കൊടുക്കേണ്ടത് മുഴുവനും 3 നേരവും എന്താണ്? മാംസാഹാരം. ആകെ വലിഞ്ഞില്ലേ? അങ്ങനെ സംഭവിക്കുമോ? മാംസാഹാരം കഴിച്ചാൽ ഉറപ്പായിട്ട് 2 ദിവസം കൊണ്ട് വെയിറ്റ് കൂടും. എന്ത് ചെയ്യും? 1 നേരം കൊടുത്താലും പോരാ, 3 നേരവും കൊടുക്കണം. ആകെ വലിഞ്ഞായി. അപ്പോഴാണ് ബീർബൽ ഒരു തന്ത്രം പ്രയോഗിച്ചു. ബീർബലിനറിയോ? അക്ബർ ചക്രവർത്തിയുടെ മന്ത്രിയാണ്, അല്ലേ? ഭയങ്കര സൂത്രശാലിയായിട്ടുള്ള മന്ത്രിയാണ്. അപ്പോൾ ബീർബൽ ഒരു സൂത്രം പ്രയോഗിച്ചു. 1 മാസം കഴിഞ്ഞു, ഇയാൾക്ക് എല്ലാ നേരവും മാംസാഹാരം തന്നെ കൊടുത്തത്. ഒരു മാസം കഴിഞ്ഞ് മറ്റേയാൾ വന്ന് ഇയാളെ കൊണ്ടുപോകുന്ന സമയത്ത് തൂക്കി നോക്കുമ്പോൾ നേരത്തെ ഉള്ളതിനേക്കാളും തൂക്കം കുറഞ്ഞിട്ടേ ഉള്ളൂ, എന്തായാലും കൂടിയിട്ടില്ല. കൂടാൻ പാടില്ല എന്നാണല്ലോ കണ്ടീഷൻ. കൂടിയിട്ടില്ല. എന്താ സംഭവം എന്നറിയോ? ബീർബൽ ചെയ്ത എന്താണെന്നറിയോ? ഇയാൾക്ക് എല്ലാ നേരവും മാംസാഹാരമൊക്കെ കൊടുത്തു, എത്ര വേണമെങ്കിലും കഴിക്കാൻ പറയും. പക്ഷെ ഇയാളെ കിടത്തിയത് എവിടെ അറിയോ? സിംഹക്കൂട്ടിൻ്റെ തൊട്ടടുത്ത്. മാത്രമല്ല ഇയാളോട് പറഞ്ഞു, സിംഹം പാതിരാത്രി ആയാലും ഇറങ്ങി നടക്കുന്നൊരു സ്വഭാവമുണ്ട് എന്ന് പറഞ്ഞു. തടി കൂടോ? തടി കൂടോ? എന്ത് കഴിച്ചാലും തടി കൂടോ? ഭയം, പേടിയില്ലേ? മനുഷ്യന്മാർക്ക് അസുഖങ്ങൾ വരുത്തും, മനുഷ്യൻ്റെ സൗന്ദര്യം നഷ്ടപ്പെടുത്തും, മനുഷ്യന് പ്രായം വർദ്ധിപ്പിക്കും. പ്രായം മീൻസ് അയാളുടെ സ്കിന്നിലും അയാളുടെ സ്വഭാവത്തിലുമൊക്കെ പ്രായം വർദ്ധിക്കും. എന്ത് കാരണം? പേടി. അതുകൊണ്ടാണ് നിങ്ങൾ ആലോചിച്ച് നോക്കും, ടൈഗർ പുള്ളിമാനിൻ്റെ പിന്നാലെ ഓടൂല്ലേ? എപ്പോഴും മിക്കവാറും ആരാ ജയിക്കുക? ടൈഗറാ ജയിക്കുക. പുള്ളിമാനെ കടിച്ച് നിന്നിട്ടുണ്ടാവും. പുള്ളിമാന് ഓടാൻ കഴിയും, ടൈഗറിന് ഓടാൻ കഴിയില്ലേ? പക്ഷെ എന്നിട്ടും പുള്ളിമാൻ തോൽക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? എന്തുകൊണ്ടായിരിക്കും? പേടി. ഇടയ്ക്കിടയ്ക്ക് തിരിഞ്ഞു നോക്കും. ഇടയ്ക്കിടയ്ക്ക് തിരിഞ്ഞു നോക്കുന്നതോടുകൂടി അതിൻ്റെ ആ വേഗതയില്ലേ, അത് കുറയും. പേടി. പിന്നെ ഉറപ്പായിട്ടും പുള്ളിമാൻ അറിയാം ടൈഗറെ ജയിക്കുള്ളൂ. ടൈഗർ വലിയ ജീവിയല്ലേ, അതിന് നല്ലോണം ഓടാൻ കഴിയൂലേ? പുള്ളിമാനേക്കാൾ ഓടാൻ കഴിയൂലേ? കഴിയൂല. പുള്ളിമാന് മണിക്കൂറിൽ 90 കിലോമീറ്റർ വേഗതയുണ്ട്, ടൈഗറിന് മണിക്കൂറിൽ 50 കിലോമീറ്റർ വേഗതയുള്ളൂ. എന്നിട്ടും പുള്ളിമാൻ തോൽക്കാൻ കാരണം എന്താണ്? പേടി. ചില നമ്മുടെ കൂടെ പഠിക്കുന്ന കുട്ടികളെ കുറിച്ച് ചിലപ്പോൾ നമ്മൾ ഓനെന്തായാലും ഫുള്ളായിട്ട് A+ കിട്ടും, ഓനെ പിന്നെ എന്തായാലും ജയിക്കുമല്ലോ, ടൈഗറിന് പിന്നെ എന്തായാലും ഫുൾ A+ കിട്ടും എന്നുള്ള ആ ചിന്തയായിരിക്കും. കാരണം നമ്മുടെ കുട്ടികൾക്കും അയാൾക്കൊക്കെ ഒരേപോലെ തന്നെയാണ് ഈ സാധനം പഠിച്ചുകൊണ്ട് കൊടുത്തുള്ളത്. എങ്ങനെ ഒരാൾ ഇതിനെ ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതാണ്. എല്ലാവർക്കും ഒരേ കാര്യത്തോട് ഇഷ്ടം ഉണ്ടാവണമെന്നില്ല. ചിലർക്ക് ഫിസിക്സിനോടായിരിക്കും, ചിലർക്ക് മാത്സിനോടായിരിക്കും, ചിലർക്ക് ലാംഗ്വേജിനോടായിരിക്കും. ഓരോ ആൾക്കും എന്തോ ഒരു കാര്യത്തിൽ വേഗത ഒരുപോലെയാണ്. ഓരോ കാര്യത്തിലായിരിക്കും, പക്ഷെ വേഗത, വെലോസിറ്റി എന്നതിന് പറയാം. ടൈഗറിനേക്കാളും വെലോസിറ്റി ആർക്കുണ്ട്? പുള്ളിമാനുണ്ട്. എന്നിട്ടും പുള്ളിമാൻ തോറ്റത് എന്തുകൊണ്ടാ? നിങ്ങൾ പറയൂ. പേടി. എവിടെ പേടി ഉണ്ടാകുന്നുണ്ടോ അവിടെ ഒരാളുടെ വേഗത കുറയും. അതുകൊണ്ടാണ് പഠിച്ചവൻ പറഞ്ഞിട്ടുണ്ട്, ഖുർആനിൽ 13 സ്ഥലങ്ങളിൽ പറഞ്ഞൊരു കാര്യമാണ്.
ഒരേപോലെ 13 പ്രാവശ്യം ഖുർആനിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. എന്താണെന്നറിയോ? വലാ ഖൗഫുൻ അലൈഹിം വലാഹും യഹ്സനൂൻ. കേട്ടിട്ടുണ്ടോ? വായിക്കുമ്പോഴൊക്കെ കാണാൻ കഴിയും. എന്താ ഖുർആൻ പറഞ്ഞ? നിങ്ങൾ ശരിക്കും ആലോചിക്കണേ. ഖുർആൻ പറയാണ് 13 പ്രാവശ്യം പറയണത് ഒരേപോലെ. ഒരു കാര്യം അങ്ങനെ പറയണമെങ്കിൽ അതിനത്രയും പ്രാധാന്യം ഉണ്ടാവില്ലേ? അല്ലെങ്കിൽ ഒരു വട്ടം പറഞ്ഞാൽ പോലെ. എന്താ പറഞ്ഞതെന്നറിയോ? ശരിക്കും പഠിച്ചവനെ കുറിച്ച് ഭയങ്കര ഒരു പ്രതീക്ഷയുള്ള മനുഷ്യർക്ക്, പഠിച്ചവനെ കുറിച്ച് പ്രതീക്ഷയുള്ളൊരു മനുഷ്യർ, പഠിച്ചോ കൈവിടില്ല എന്ന് ഉറപ്പുള്ളൊരു മനുഷ്യന് 2 കാര്യങ്ങൾ ഉണ്ടാവില്ല. ഏതാണ് 2 കാര്യം എന്നറിയാം? ഒന്ന് സങ്കടമാണ്, രണ്ടാമത്തേത് പേടിയാണ്. സങ്കടവും പേടിയും തമ്മിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. സങ്കടം കഴിഞ്ഞു പോയതിനെ കുറിച്ചാണ്, പേടി വരാനിരിക്കുന്നതിനെ കുറിച്ചാണ്. ഇത് രണ്ടും ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ അവർക്ക് സങ്കടം ഉണ്ടാവില്ല എന്നൊന്നുമല്ല. അതിൻ്റെ കുഴിയിൽ അവർ വീണു പോവുകയൊക്കെ ചെയ്യും. ഇതിൻ്റെ രണ്ടിൻ്റെയും കുഴികളിൽ അവർ വീഴും, പക്ഷെ അവിടെ കിടക്കൂല, അവിടെ നിന്ന് എണീച്ചു പോകും. അതാണ് പറഞ്ഞത്. ആ ഒരു പ്രത്യാശയാണ് ശരിക്കും ജീവിതത്തിന് നിലനിൽപ്പ് തരുന്നത്. എവിടെ അത് നഷ്ടപ്പെടുന്നുണ്ടോ നമുക്ക് ഈ പേടി വന്നുകൂടും. അവള് റമി എന്നാ വിളിക്കാം. അവള് PG ചെയ്തുകൊണ്ടിരിക്കുന്ന കണ്ണൂരായിരുന്നു. അങ്ങനെ ഇന്റേൺഷിപ്പിൻ്റെ ഭാഗമായിട്ട് വയനാട്ടിൽ 2 മാസം ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ അവരുടെ കൂടെ ആയിരുന്നു. മോന് നാട്ടിലായിരുന്നു. മോന് അന്ന് ചെറിയ ക്ലാസ്സിൽ പഠിക്കുക, 5ാം ക്ലാസ്സിൽ പഠിക്കുക. ചെറിയ വയസ്സുള്ളൂ അന്ന്, 10 വയസ്സേ ഉള്ളൂ. ഒരു ദിവസം അവൻ ഞങ്ങളോട് പറയാണ്, എനിക്ക് ബസ്സിൽ വയനാട്ടിലേക്ക് ഒറ്റയ്ക്ക് വരണം. പറ്റില്ല, എല്ലാവരും പറഞ്ഞു പറ്റില്ല എന്ന് പറഞ്ഞു. അവസാനം അവൻ നിർബന്ധം പിടിച്ചപ്പോൾ ഞങ്ങൾ സമ്മതിച്ചു. അങ്ങനെ അവളുടെ ഉപ്പയുണ്ട്, അബി എന്നാണ് വിളിക്കുക. അബി ഇവനെയും കൊണ്ട് മലപ്പുറം KSRTC ഡിപ്പോയിൽ പോയി വയനാട്ടിലേക്കുള്ള ബസ്സൊക്കെ കണ്ടുപിടിച്ച് ഡ്രൈവറോടും കണ്ടക്ടറോടും ഒക്കെ സംസാരിച്ച് ഇവനെ പ്രത്യേകം ശ്രദ്ധിക്കണേ എന്നൊക്കെ പറഞ്ഞ് അവനിഷ്ടമുള്ളൊരു സീറ്റിലൊക്കെ ഇരുത്തി അവനെ വിട്ട്. നമ്മളവനെ വയനാട്ടിൽ കൽപ്പറ്റയിൽ കാത്തിരുന്നു. അങ്ങനെ കൽപ്പറ്റ എത്തുന്നത് വരെ ഫോൺ ചെയ്യുന്നുണ്ട്, മെസ്സേജ് അയക്കുന്നുണ്ട്. ഇവന് വളരെ സ്വസ്ഥത ഉണ്ട്, അല്ലെങ്കിൽ സെക്യൂറാണ്, സുരക്ഷിതനാണെന്നൊക്കെ നമ്മൾ ഉറപ്പ് വരുന്നുണ്ട്. എന്തായിരുന്നല്ലോ അവന് കൽപ്പറ്റ വന്ന് വണ്ടി ഇറങ്ങുന്ന ഒരു നിമിഷമുണ്ട്. ഭയങ്കര അവനങ്ങനെ കണ്ടാൽ തന്നെ ഭയങ്കര സന്തോഷമായിരുന്നു മൂപ്പർക്ക്. കുറേ നേരം അവിടെ ഇങ്ങനെ നിൽക്കുന്നതൊക്കെ ഞാൻ ദൂരെ നിന്ന് ഇങ്ങനെ നോക്കി നിന്ന് അങ്ങനെ അവനെ സ്വീകരിച്ചു. അവൻ ആ ഒരു നിമിഷം മറക്കൂല. സത്യത്തിൽ അവൻ ഇപ്പോഴും അറിയാത്തൊരു കാര്യമുണ്ട്. ആ ബസ് കൽപ്പറ്റയിൽ സുരക്ഷിതമായി എത്തുന്നത് വരെ ആ ബസ്സിൻ്റെ പിറകെ ഒരു ബൈക്കുണ്ടായിരുന്നു. മലപ്പുറം മുതൽ കൽപ്പറ്റ വരെ 62 വയസ്സുള്ളൊരു മനുഷ്യൻ ആ ബസ്സിൻ്റെ പിറകെ ബൈക്ക് ഓടിച്ചുകൊണ്ട് വരുന്നുണ്ടായിരുന്നു. ഇതെന്തിനാ പറഞ്ഞതെന്നറിയോ? നമ്മളെ കൈവിടാത്ത പിന്നാലെ വരുന്ന സ്നേഹത്തിൻ്റെ പേരാണ് പടച്ചോൻ, ഈശ്വരൻ. ഒരു കുട്ടി ഇതേപോലെ അമ്മയുടെ വീട്ടിലേക്ക് ഒറ്റയ്ക്ക് പോകണം, ട്രെയിനിൽ വാശി പിടിച്ചു. അങ്ങനെ അവൻ്റെ അച്ഛൻ ട്രെയിനിൽ അവനെ കയറ്റി വിടുന്ന സമയത്ത് അവൻ്റെ കയ്യിൽ ഒരു പേപ്പർ കൊടുത്തു, അവൻ്റെ കീശയിൽ. എന്നിട്ട് പറഞ്ഞു, നിനക്ക് നല്ലോണം പേടിയാവുന്ന സമയത്ത്, ഭയങ്കര പേടിയാവില്ലേ, അപ്പം മാത്രം ഇതെടുത്തിട്ട് വായിക്കണം. എൻ്റെ അച്ഛൻ പറഞ്ഞു, പേടിയാവുന്നില്ലെങ്കിൽ നീ ഇതിനെക്കുറിച്ച് ആലോചിക്കുക വേണ്ട, മറന്നേക്കൂ. അങ്ങനെ അവൻ ട്രെയിനിൽ യാത്ര ചെയ്യുന്നു. ഭയങ്കര രസമായിരുന്നു. ആ പേപ്പറിൻ്റെ കാര്യമൊക്കെ അവൻ മറന്നുപോയി. അവന് ഒറ്റക്കായിപ്പോയി ഒരു സമയത്ത് ആ ബോഗിയിൽ ഒറ്റക്കായിപ്പോയി. അങ്ങനെ പിന്നെ കയറി വരുന്നത് മുഴുവനും കണ്ടാൽ തന്നെ പേടിയുള്ള കുറേ ആളുകൾ, വില്ലന്മാരെ പോലെയുള്ള. അവനാകെ പേടിയായി. അവനിങ്ങനെ പേടിച്ചിട്ട് വിറക്കാൻ തുടങ്ങി. അപ്പോഴാണ് അവൻ ആലോചിച്ചത് അച്ഛൻ തന്ന പേപ്പറിനെ കുറിച്ച്. അവൻ മെല്ലെ കീശയിൽ നിന്ന് ആ പേപ്പർ ഇങ്ങനെ എടുത്തിട്ട് കയ്യിലിങ്ങനെ വെച്ച് ആരും കാണാതെ ഇങ്ങനെ വായിച്ചു നോക്കി. എന്താ എഴുതി വെച്ചതെന്നറിയോ? മോന് നല്ല പേടിയുണ്ടല്ലേ, പേടിക്കണ്ട കേട്ടോ, അച്ഛൻ പിറകിലെ ബോഗിയിൽ ഉണ്ട്, തൊട്ടു പിന്നിലെ ബോഗിയിൽ അച്ഛനുണ്ട്. നല്ലോണം പേടിയാവുന്ന സമയത്ത് വായിച്ചു നോക്കാൻ നമ്മുടെ കീശയിലേക്ക് ഇട്ട് തന്ന പുസ്തകത്തിൻ്റെ പേരാണ് വേദഗ്രന്ഥം.
വല്ലാതെ സങ്കടമാവുന്ന സമയത്ത് വായിച്ചു നോക്കാൻ വേണ്ടി പഠിച്ചോൻ നമ്മുടെ കീശയിൽ ഇട്ട് തന്ന പേപ്പറിൻ്റെ പേരാണ് വേദഗ്രന്ഥം. നിങ്ങൾ ഒറ്റക്കല്ല കേട്ടോ, തൊട്ട് പിറകെ ഒരാളുണ്ട്. ഞാൻ അവസാനിപ്പിക്കുന്നു. സമാധാനം പരസ്പരം പകരാൻ, അതിനാണ് നമ്മളൊരു മനുഷ്യൻ്റെ ജീവിതത്തിലേക്ക് വരുന്നത്. നമ്മുടെ ജീവിതത്തിലേക്ക് വേറൊരാളും വരുന്നത്, നമ്മളൊരാളുടെ ജീവിതത്തിലേക്കും പോകുന്നത്. ഏതൊക്കെ ഏരിയയിലാണോ അത് നഷ്ടപ്പെടുന്നത് പ്രത്യേകം ശ്രദ്ധിച്ച് അത്രയും സെക്യൂറായി ജീവിതത്തെ കൊണ്ടുപോകാൻ കഴിയുക എന്നുള്ളതാണ് പ്രധാനം. പലപ്പോഴും പ്രവാസികൾ അവിടുന്ന് അയക്കുന്നത് എന്തായിരിക്കും? ആകെ അയച്ചു തരുന്നത് എന്താ? പണം, അല്ലേ? പൈസയ്ക്ക് വേണ്ടിയിട്ടല്ലേ ഈ പോകുന്നത്. ആ പൈസ എന്ന് പറയുന്നത് ആ മനുഷ്യൻ്റെ ആയുസ്സാണ്. അതിലെ ഒരു രൂപ പോലും ഒരു മനുഷ്യൻ്റെ ആയുസ്സാണ്. സാമ്പത്തികമായൊരു അച്ചടക്കമാണ് ശരിക്കും ഒരു പ്രവാസിയോട് അയാളെ ആശ്രയിക്കുന്ന കുടുംബങ്ങൾ ചെയ്യേണ്ട ഏറ്റവും വലിയ സ്നേഹം. എൻ്റെ ഒരു സുഹൃത്ത് പറയാറുണ്ട്, അവൻ്റെ മോനെയും കൊണ്ട് ഷോപ്പിംഗ് മാളിലേക്കൊക്കെ പോകുമ്പോൾ, അല്ലെങ്കിൽ അങ്ങാടിയിലേക്കൊക്കെ പോകുമ്പോൾ അവൻ്റെ മോനൊരു സാധനം വേണമെങ്കിൽ എന്താണ് ചോദിക്കാമെന്നറിയോ? അവൻ വന്നിട്ട് ചോദിക്കൂ, വാപ്പയുടെ അടുത്ത് പൈസ ഉണ്ടോ? പൈസ ഉണ്ട് എന്ന് പറഞ്ഞാൽ മാത്രം അവൻ ആ സാധനം വേണം, ചൂണ്ടിക്കാണിച്ചു കൊടുക്കും. പൈസ ഇല്ല എന്ന് പറഞ്ഞാലോ അവൻ വിട്ട്. എന്നിട്ട് അവൻ പറയും, ഞാൻ അത് പഠിപ്പിച്ചു കൊടുത്തൊന്നുമല്ല, ഞങ്ങളാരും പഠിപ്പിച്ചു കൊടുത്തൊന്നുമല്ല. ആ കുട്ടി കണ്ടു വളർന്ന ഒരു വീടും ഉമ്മയും വാപ്പയും ഒക്കെ ഉണ്ടാവും. അല്ലാതെ പഠിപ്പിച്ചു കൊടുക്കേണ്ട ഒരു കാര്യമൊന്നുമില്ല. എന്താ വേട്ടെ, നമ്മളുടെ മക്കളുടെ കാത് വളരെ കുറച്ച് വർക്ക് ചെയ്യണുള്ളൂ. ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യണ സാധനം എന്താണ്? കണ്ണാണ്. ഗർഭത്തിൽ കിടക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്ത സാധനം ഏതായിരുന്നു? കാതായിരുന്നു. ഈ ഫാക്കൽറ്റിയാണ് വർക്ക് ചെയ്യുക. ചവിട്ടൊക്കെ ചെയ്യില്ലേ? പേരൊക്കെ വിളിക്കുമ്പോൾ അല്ലേ വയറിൽ ചവിട്ട് കേൾക്കൂലേ? നിങ്ങൾക്ക് മാത്രം കിട്ടുന്നൊരു സംഭവമാണ് അല്ലേ? നമുക്കത് അറിയാനോ അനുഭവിക്കാനോ കഴിയുള്ളൂ. ഗർഭത്തിൽ കിടക്കുമ്പോൾ ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യേണ്ടത് ഇതാ. അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നാലോ ഏറ്റവും കുറച്ച് വർക്ക് ചെയ്യുന്ന സാധനമാണിത്. കുട്ടി കേൾക്കുന്നത് വളരെ കുറവാണ്. നിങ്ങൾ എത്ര ഉപദേശിച്ചുള്ളൂ അവരതൊന്നും മൈൻഡ് ചെയ്യില്ല. അവർ കാണുന്ന കുറച്ച് സാധനങ്ങളുണ്ട്. അങ്ങനെ എന്തോ ഈ കുട്ടി കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ കുട്ടി വാപ്പയുടെ അടുത്ത് വന്നിട്ട് പറയുക, എനിക്ക് ആ സാധനം വേണമെന്നല്ല പറയണേ. വാപ്പൻ്റെ കയ്യിൽ പൈസ ഉണ്ടോ? ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറഞ്ഞാൽ ഓൻ ആ സാധനം വേണം, അങ്ങനെ ചൂണ്ടിക്കാണിച്ചു കൊടുക്കും. ഇതിൻ്റെ പേരാണ് സാമ്പത്തിക അച്ചടക്കം. ആ കുഞ്ഞിൻ്റെ ആയുസ് മുഴുവനും അതുണ്ടാവും, അല്ലേ? അതൊരു വീട്ടിൽ നിന്ന് ഉണ്ടാവേണ്ട ഒന്നാണ്. പൈസ അയച്ചു കിട്ടുന്ന പണം എന്ന് പറയുന്നത് വാപ്പാൻ്റെ ആയുസ്സാണ്. ഒരു മനുഷ്യൻ ഉരുകിത്തീരുന്നത് ഇങ്ങനെ പണമായി മാറുന്നതാണ്. അയാൾ അവിടെ വിയർക്കുകയും വെയിൽ കൊള്ളുകയും വെറും ചെറിയ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് അയാളുടെ എല്ലാ ആനന്ദങ്ങളെയും ഉപേക്ഷിച്ച് അല്ലെങ്കിൽ ഉപേക്ഷിച്ചോ അല്ലെങ്കിൽ കുറച്ചോ അയാൾ നേടിയെടുക്കുന്ന സംഭവമാണ്. അപ്പോൾ സ്നേഹം എന്ന് പറഞ്ഞാൽ ശരിക്കും ഇങ്ങനെ കുറച്ച് സംഭവങ്ങളാണ്. സ്നേഹം എന്ന് ശരിക്കും പറഞ്ഞാൽ ശ്രദ്ധ എന്നാണ്, അല്ലാതെ വേറെന്താ? എന്നെ സ്നേഹിക്കാൻ ഒരാളുണ്ട് എന്ന് പറഞ്ഞാൽ എന്താ? എന്നെ ശ്രദ്ധിക്കാൻ ഒരാളുണ്ട് എന്നാണ്. എന്നെ സ്നേഹിക്കാൻ ഒരാളില്ല എന്ന് പറഞ്ഞാലോ എന്നെ ശ്രദ്ധിക്കാൻ ഒരാളില്ല എന്നാണ്. സ്നേഹം ഉണ്ടാവുമ്പോൾ നമുക്ക് ഭാരങ്ങൾ ഇല്ലാതാവും, അല്ലേ? സ്നേഹം കുറഞ്ഞാലോ ഭാരം വരും. ഒരു ചെറിയ മോള്, ആ മോളുടെ അനിയൻ ഓട്ടിസ്റ്റിക് ആയിട്ടൊരു കുട്ടിയാണ്, ഭയങ്കര തടിയുള്ളൊരു കുട്ടിയാണ്. തടിയുള്ള അനിയനാണ്. ആ തടിയുള്ള അനിയനെ തോളിൽ വെച്ചിട്ട് അവിടെ ഇങ്ങനെ നടന്നു പോവാണ്, കുന്ന് കയറി പോവുക. അപ്പോൾ അത് കണ്ടു നിൽക്കുന്ന ഒരാൾ ആ മോളോട് പറഞ്ഞു, മോളെ നിന്നെ കൊണ്ട് താങ്ങൂല കേട്ടോ ആ സാധനം, നിന്റെ ചുമലിലുള്ള ആ ഭാരമില്ലേ, ആ ഭാരം നിനക്ക് താങ്ങൂല. അപ്പോൾ അവളിങ്ങനെ ദേഷ്യത്തോടു കൂടി നോക്കി, എന്നിട്ട് പറഞ്ഞു, ഇത് ഭാരമല്ല, എൻ്റെ അനിയനാണ്. സ്നേഹമുണ്ടെങ്കിൽ ഭാരമില്ല, സ്നേഹം കുറഞ്ഞാലോ ഭാരമാണ്. എനിക്കൊരാളോട് സ്നേഹം ഉണ്ടെങ്കിൽ ഞാൻ അയാൾക്ക് വേണ്ടി എന്തും ചെയ്യൂലേ, അല്ലേ? ഉറക്കൊഴിക്കൂലേ, നടക്കൂലേ, വെയിലുള്ളൂല്ലേ, പൈസ ചിലവാക്കൂലേ, എന്തും ചെയ്യൂലേ? എനിക്കതൊരു ഭാരമില്ല. എന്നാൽ അതേ ആളോട് എനിക്ക് സ്നേഹം കുറഞ്ഞാലോ അതൊന്നും വേണ്ടില്ല എന്നും തോന്നും. പറയും, ഞാൻ എനിക്ക് വേണ്ടി എന്തൊക്കെ ചെയ്തു. എന്തുകൊണ്ട് ഈ പറയുന്നത്? സ്നേഹം കുറയുമ്പോഴാണ് പറയുക, അല്ലെങ്കിൽ നമ്മളതിനെക്കുറിച്ച് ആലോചിക്കുന്നപോലും ഇല്ലല്ലോ.
അല്ലേ? സ്നേഹം എന്ന് പറഞ്ഞാൽ എന്താ? ശ്രദ്ധ. ഒരു മനുഷ്യൻ്റെ എല്ലാ അവസ്ഥകളിലും മറ്റൊരു മനുഷ്യൻ നൽകുന്ന ശ്രദ്ധയാണ്. എൻ്റെ ഒരു മാഷുണ്ട്. മാഷ് പറഞ്ഞൊരു സംഭവം പറഞ്ഞിട്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കാം. മാഷ് മാനന്തവാടിയിലേക്ക് KSRTCയിൽ പോവാ രാത്രി. അങ്ങനെ ചുരം കയറി തുടങ്ങുന്ന സമയത്ത് ബസ്സിലെ ഒരാൾ ഛർദ്ദിച്ചു. അയാൾ ഛർദ്ദിച്ചതോടുകൂടി ബസ്സിലുള്ള മുഴുവൻ ആളുകളും അയാളിരിക്കുന്നതിൻ്റെ എതിർവശത്തെ സൈഡിലേക്ക് മാറി. ആരും അയാളെ മൈൻഡ് ചെയ്യണില്ല. വളരെ അറപ്പോട് കൂടിയാണ് എല്ലാവരും ഇങ്ങനെ നോക്കുന്നത്. പക്ഷെ ഒരാൾ ഓടി വന്ന് അയാളെ പുറത്ത് ഇങ്ങനെ തടവി കൊടുക്കുന്നു, അയാൾക്ക് വെള്ളം കൊടുക്കുന്നു, അവിടെയൊക്കെ പേപ്പർ വിരിച്ച് വൃത്തിയാക്കുന്നു. കൊടുക്കുന്ന വെള്ളമല്ലേ, അയാൾ സ്വന്തം വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന വെള്ളമാണ്. അതാരായിരുന്നറിയോ? അതാ ബസ്സിലെ കണ്ടക്ടർ ആയിരുന്നു. നമ്മുടെ മാഷ് പറയാ, അയാളെങ്ങനെ കണ്ടപ്പോൾ എനിക്ക് അയാളെ കാലിൽ തൊട്ട് നമസ്കരിക്കാൻ തോന്നി. ഒരു ചെറുപ്പക്കാരനാണ്. ആ ശരിക്കും നോക്കുമ്പോൾ അയാൾ കറുത്ത തുണിയാണ് എടുത്തിരിക്കണത്. കണ്ടക്ടറെ അയ്യപ്പനാ, ശബരിമലയിലേക്ക് പോകാൻ ഒരുങ്ങി നിൽക്കുന്ന ഒരാളാണ്. അപ്പം അച്ഛൻ പറയാണ്, എനിക്ക് അയാളോട് എന്തെങ്കിലും, അയാളൊന്ന് തൊടെങ്കിലും വേണം, എനിക്ക് അത്രയും സ്നേഹം തോന്നി. അങ്ങനെ മാനന്തവാടിയിലെത്തി. എല്ലാ ആളുകളും ബസ്സിൽ നിന്ന് ഇറങ്ങി. അച്ഛനവിടെ ഇരുന്നു. എൻ്റെ മാഷ് അച്ഛനാണ്, ഒരു ഫാദറാണ്, പള്ളിയിലെ ഫാദർ. അച്ഛനവിടെ ഇരുന്നു. അച്ഛന് പറയണം, എല്ലാവരും ഇറങ്ങുന്നത് വരെ ഞാൻ കാത്തിരുന്നു. ഞാനും ആ കണ്ടക്ടർ മാത്രമായി. അച്ഛൻ അയാളുടെ അടുത്തേക്ക് ഇങ്ങനെ ചെന്ന്, എന്നിട്ട് അയാളെ ഇങ്ങനെ തൊട്ട്. ശബരിമലയിലേക്ക് ഒരാൾ പോകുന്നത് എന്തിനാ? അയ്യപ്പനെ കാണാനല്ലേ, അല്ലേ? അച്ഛൻ ഇയാളോട് പറഞ്ഞു, നീ എന്തിനാടാ അയ്യപ്പനെ കാണാൻ പോകുന്നത്? നീ തന്നെയാണ് അയ്യപ്പൻ, നീ തന്നെയാണ് അയ്യപ്പൻ. എന്താ ഒരാളുടെ ഉള്ളിലെ പടച്ചോന്ന് പറഞ്ഞാൽ എന്താ? ഒരാളുടെ ഉള്ളിലെ നന്മകളാണ്, കാരുണ്യമാണ്, മറ്റൊരു മനുഷ്യനോട് ഉണ്ടാകുന്ന കാരുണ്യമാണ്. അയാളെ അവസ്ഥകളോട്, വിയർപ്പിനോട്, ദുഃഖങ്ങളോട്, അയാൾ കടന്നു പോകുന്ന അനുഭവങ്ങളോടൊക്കെ. ഇന്നലെ കണ്ട ആളല്ലല്ലോ ഇന്ന്, ആണോ? ഇന്നലെ പെരുമാറിയതുപോലെ ഇന്ന് പെരുമാറുമോ? എല്ലാ മനുഷ്യനും ഈ അവസ്ഥകളുണ്ട്. ഒരു പെണ്ണിന് എന്തായാലും ഉണ്ട്. ഉള്ളിൽ ഗർഭപാത്രം ഉണ്ട് എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ട് ഒരു പെണ്ണ് എന്തെല്ലാം അനുഭവങ്ങളിലൂടെ കടന്നു പോകണം. സഹിക്കാനാവാത്ത മൂഡ് സ്വിങ്സിലൂടെ കടന്നു പോകണം. അവൾക്ക് പോലും താങ്ങാൻ കഴിയാത്ത അവസ്ഥകളിലൂടെ കടന്നു പോകണം. പെണ്ണിന് മാത്രമല്ല, ആണിനുണ്ട്. ആണിന് ആണിൻ്റേതായ അനുഭവങ്ങളുണ്ട്. ആണൊരാളോട് പറയപോലുമില്ല, അല്ലേ? പെണ്ണ് ആരോടെങ്കിലുമൊക്കെ ഷെയർ ചെയ്യും, അതോടുകൂടി ഉള്ളൊന്ന് തണുക്കും. ആണുങ്ങളങ്ങനെ ഷെയർ ചെയ്യുക പോലും ഇല്ല, ഉള്ളിലിങ്ങനെ ഉരുകുകയാണ് ചെയ്യുക. ഒന്നും പറയണമെന്നൊന്നുമില്ല, പറയാതെ ചിലതൊക്കെ ഒരാൾക്ക് മനസ്സിലാകാൻ കഴിയലാണ് ശരിക്കും കാരുണ്യം. ആ കരുണയും സ്നേഹവും സമാധാനവും അങ്ങോട്ടും ഇങ്ങോട്ടും പകർന്നും നുകർന്നും ജീവിതം ഒരാഘോഷമാക്കി മാറ്റാൻ, സമാധാനപൂർവമാക്കി മാറ്റാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഈ സംഘത്തിന് എല്ലാ നന്മകളും നേർന്നുകൊണ്ട് അവസാനിപ്പിക്കുന്നു. താങ്ക് യു.